ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജിലൊന്നായിട്ടുള്ള എറണാകുളം മഹാരാജാസ് കോളേജ് 2024 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നേരത്തെ ഓട്ടോണമസ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകളായിട്ടുള്ള ഫറൂഖ് കോളേജ്, ദേവഗിരി കോളേജ് ഉൾപ്പെടെയുള്ള ഓട്ടോണമസ് കോളേജുകളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപേക്ഷ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിനുശേഷം കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ഒരു ഓട്ടോണമസ് കോളേജ് തന്നെയാണ് മഹാരാജാസ് കോളേജ്, എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന മഹാരാജാസ് കോളേജ്. അത് MG യൂണിവേഴ്സിറ്റി കീഴിലാണ്. അപ്പോൾ ഓട്ടോണമസ് കോളേജിൽ ഡിഗ്രി അഡ്മിഷൻ എടുക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ആയിട്ട് അതത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് യൂണിവേഴ്സിറ്റിയുടെ നോർമലായിട്ടുള്ള അപേക്ഷയല്ല, സെപ്പറേറ്റ് ആയിട്ട് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അപേക്ഷ കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ മഹാരാജാസ് കോളേജ്, അതായത് ഓട്ടോണമസ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ഫീ ഇല്ലാതെ തന്നെ ഗവൺമെൻറ് അതേ രീതിയിൽ തന്നെ പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കോളേജുകളായിരിക്കും. മാത്രമല്ല എക്സാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോളേജ് ഡയറക്റ്റായിട്ട് നടത്തുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റി ലെവലല്ല, സ്വന്തമായിട്ട് കോളേജിൽ തന്നെ എക്സാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുവാൻ അധികാരം കൂടിയുള്ള, സ്വയം അധികാരമുള്ള പ്രധാനപ്പെട്ട കോളേജുകളാണ് ഓട്ടോണമസ് കോളേജുകൾ. മഹാരാജാസ് കോളേജിന് ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. മഹാരാജാസ് കോളേജിൽ അത്രയും വിശാലമായ ക്യാമ്പസ്, കോളേജിന് ഒരുപാട് ചരിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഒരു കോളേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഹാരാജാസ് കോളേജ് 2024 ഡിഗ്രി അപേക്ഷ നേരത്തെ വിളിച്ചിട്ടുണ്ട്. അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതായത് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ 29 വരെ, മെയ് 29 വരെ നിലവിൽ അപേക്ഷ ചെയ്യുവാനുള്ള സമയം, അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക ഉൾപ്പെടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അവസാനമായിട്ട് നിങ്ങൾക്ക് 31 വരെ ടൈമുണ്ട്. നോട്ട് ചെയ്യുക, 31/5 വരെ വിദ്യാർത്ഥികൾക്ക് സമയമുണ്ട്. അതുപോലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾ തിരക്ക് പിടിച്ച് അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് അവസാനത്തെ ഡേറ്റ് 31/5 വരെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. നമ്മൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് കോളേജിൻ്റെ പ്രോസ്പെക്ട്സ് കൂടി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇവിടെ ജസ്റ്റ് ഹോം പേജിൽ പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പ്രോസ്പെക്ട്സ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രോസ്പെക്ട്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് കോഴ്സുകളെന്ന് നമുക്ക് നോക്കാം. അതായത് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ കീഴിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏകദേശം നിങ്ങൾ നോക്കുക, 21ഓളം ഡിഗ്രി കോഴ്സുകൾ മാത്രം ഈ ഒരു കോളേജിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് BA അറബിക്ക്, അതായത് എല്ലാ കോഴ്സുകളും 4 വർഷത്തെ ഓണേഴ്സ് ആയിരിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ യൂണിവേഴ്സിറ്റികളും ഓട്ടോണമസ് കോളേജിലും ഒരേ രീതിയിലായിരിക്കും. 4 വർഷത്തെ ഡിഗ്രി ആയിരിക്കും. ആവശ്യമാണെങ്കിൽ 3 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 4 വർഷം പൂർത്തിയാക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ BA അറബിക്ക് 30 സീറ്റ്, BA ഇംഗ്ലീഷ് 25, BA ഹിന്ദി 40, മലയാളം 40, സംസ്കൃത് 15, അതേപോലെ എക്കണോമിക്സ് 50, അപ്ലൈഡ് എക്കണോമിക്സ് 30, ഹിസ്റ്ററി, അതേപോലെ ഏകദേശം 21ഓളം കോഴ്സുകളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സിലും മിനിമം 20-24 സീറ്റുകൾ ഓൾറെഡി ഉണ്ട്. ചില കോഴ്സുകളിൽ 40ഓളം 40ഉം 50ഉം സീറ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റും അതേപോലെ തന്നെ ഇത്രയും സീറ്റുകളും എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സിലും അഡ്മിഷൻ ലഭിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത് +2 ആണ്. +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കൊക്കെ വിദ്യാർത്ഥികൾ ഏകദേശം മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഓൺലൈൻ അപേക്ഷാ സമയത്ത് കേവലം 100 രൂപ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ SC/ST വിഭാഗക്കാരാണെങ്കിൽ അതിൻ്റെ 50% മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും അപേക്ഷ കൊടുത്തിടുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് അപേക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഹോം പേജിലോട്ട് വീണ്ടും വരും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഇമെയിലും അതേപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് കൊടുത്ത പാസ്വേഡുമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇമെയിലും പാസ്വേഡും ഈ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കുവാനും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മമ്മ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ഒരു പേജാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇമെയിലും പാസ്വേഡ് നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുകയാണ്. അതിനായിട്ട് ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് UG പ്രോഗ്രാം എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ ഡിഗ്രി അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ അതേ ഫോർമാറ്റ് നിങ്ങൾക്ക് മഹാരാജാസ് കോളേജിൻ്റെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. പുറമേ ഒന്നും പോയിട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ആകെ നിങ്ങൾ
ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും ജസ്റ്റ് നിങ്ങൾ ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കുക, അപേക്ഷ പേജിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നെയിം SLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ തെറ്റ് വരുത്താതെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് SLC ബുക്കിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഏജ് ഇവിടെ വരും. അതിൽ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി, നിങ്ങളുടെ റിലീജിയൻ അതാണോ നിങ്ങളുടെ റിസർവേഷൻ അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ആക്റ്റീവായിട്ടുള്ള ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൺഫേം ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വെരിഫൈ ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുക. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിൽ സ്പോട്ടിലൊരു OTP നമ്പർ വരും. ആ OTP നമ്പർ നിങ്ങളിവിടെ ജസ്റ്റ് ഒരു OTP ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ OTP നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടുത്ത മൊബൈൽ നമ്പറിലോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം മൊബൈൽ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം ആധാർ നമ്പർ. ശേഷം നിങ്ങൾ I agree എന്നുള്ള ബട്ടൺ കാണും. അവിടെ ബോക്സ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് പാസ്വേഡ് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പാസ്വേഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് എല്ലാ ലോഗിൻ കാര്യങ്ങൾക്കും ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് ആയിരിക്കും. നിങ്ങൾ ഇമെയിൽ ID ലോഗിൻ ഇമെയിലും അതേപോലെ തന്നെ പാസ്വേഡും നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ജനറേറ്റ് OTP എന്ന് കാണുവാൻ സാധിക്കും. ആ ജനറേറ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ആ OTP കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൺഫേം ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. ശേഷം വീണ്ടും നിങ്ങൾ ബാക്കിൽ വന്ന്, അതായത് നിങ്ങൾ ഹോം പേജിലോട്ട് വന്ന് നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് നിങ്ങൾ ഇമെയിൽ ID യും അതേപോലെ പാസ്വേഡും കൊടുത്ത്, അതായത് നിങ്ങളിപ്പോൾ കൊടുത്ത പാസ്വേഡും കൊടുത്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതായത് അടുത്ത സ്റ്റെപ്പിൽ പ്രധാനമായിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ പേയ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതേപോലെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, അക്കാഡമിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൗ ടു അപ്ലൈ. ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷയുടെ ഓരോ ഘട്ടവും വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന കാര്യം മാത്രമാണുള്ളൂ. അതിനായിട്ട് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, അതിവിടെ നമ്മൾ ജസ്റ്റ് അതും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്കാണ് കാണാൻ സാധിക്കാം. അവിടെ നിങ്ങൾ ജസ്റ്റ് പ്രൊസീഡ് ടു പേ എന്നുള്ള പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് നിങ്ങൾ പേയ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റിൽ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് നേരത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI വഴി ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നിങ്ങൾക്ക് 100 രൂപ നിങ്ങൾക്ക് അപേക്ഷ ഫീ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അടുത്തത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ SLC ബുക്ക് നിങ്ങൾ മുമ്പിൽ എടുത്ത് വെക്കുക. നോർമലി എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത പോലെ തന്നെ നെയിം ഓഫ് ഫാദർ, മദർ, ജെൻഡർ, നാഷണാലിറ്റി, സ്റ്റേറ്റ്, അതേപോലെ EWS കാറ്റഗറിയിൽ പെടുന്നവരാണോ അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക. അത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശമുണ്ടായിരിക്കണം. അതേപോലെ SC BC OBC വിഭാഗക്കാരാണെങ്കിൽ സംവരണത്തിന് വേണ്ടി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അത് വെദർ ബിലോങ്സ് ടു ക്രിമിനൽ ആണെങ്കിൽ അതിന് അല്ലാത്തവർ നോൺ ക്രിമിനൽ ആയിരിക്കും. അത്തരത്തിൽ ക്രിമിനൽ ആണോ അല്ലെങ്കിൽ നോൺ ക്രിമിനൽ ആണോ ശ്രദ്ധിക്കാൻ. നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾ SC BC നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നവരായിരിക്കും. അതായത് ഈയവ, OBC, ഹിന്ദു, മുസ്ലിം, ലാറ്റിൻ, OBC, ക്രിസ്ത്യൻ ഇവരാണ് നോൺ ക്രിമിനൽ വിഭാഗത്തിൽ പെടുകയുള്ളൂ. അപ്പോൾ അവർ മാത്രം നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ SC ST ആണെങ്കിൽ SC ST ടിക്ക് ചെയ്യുക. അല്ല ഫാമിലിയുടെ വാർഷിക വരുമാനം ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും. നോർമലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എല്ലാവരും പെർമനൻറ്റും എല്ലാവരും ഒരേ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബോക്സിൽ സെയിം ആസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അഡ്രസ്സ് നിങ്ങൾ SLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പേരൻറ്റിൻ്റെ മൊബൈൽ നമ്പർ കൂടി കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ബോണസ് മാർക്കുള്ള സ്റ്റെപ്പായിരിക്കും അടുത്തത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് +2 ലെവലിലുള്ള NCC, അതേപോലെ NSS, അതേപോലെ എക്സ് സർവീസ്മാൻ്റെ കാറ്റഗറിയിൽ പെടുന്നവരാണ് അവർ. അതേപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഓക്കെ, അതേപോലെ SPC, പിന്നെ ഡിസബിലിറ്റി വിഭാഗത്തിൽ പെടുന്നവർ, അതേപോലെ സ്പോർട്സ് കോട്ട, അതേപോലെ റിസർവേഷൻ അണ്ടർ കൾച്ചറൽ കോട്ട, ഓക്കെ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും വെയിറ്റേജിലുള്ള കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വിഭാഗത്തിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹയർ സെക്കൻഡറി തലത്തിൽ സർട്ടിഫിക്കറ്റിൽ ഓരോന്നിനും വിശദവിവരങ്ങൾ തിരഞ്ഞെടുത്ത ശേഷം PDF ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് NSS ഉണ്ടെങ്കിൽ NSS +2 ലെവലിൽ നിങ്ങൾക്ക് ലഭിച്ച NSS നിങ്ങൾ ജസ്റ്റ് ഡാറ്റ കൊടുക്കുക.
അതിനുശേഷം അതിൻ്റെ PDF നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് PDF ഫോണിൽ നിങ്ങൾ അഡോബ് സ്കാനർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു റീഡർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ അത് റീഡ് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് PDF നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നേരെ നിങ്ങൾ എന്താക്കുക, ആ ഓരോന്നിൻ്റെയും നേരെ നിങ്ങൾ ഏതാണോ വെയിറ്റേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിന് നേരെ നിങ്ങൾ എന്താക്കുക അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർട്ടിഫിക്കറ്റിൽ ഇനിയും ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് +2 ലെവലിലെ NSS അല്ലെങ്കിൽ NCC അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് നിങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞത് അത് ഒരു പേപ്പറിൽ എഴുതിയിട്ട്, അതായത് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം എന്താണ് എഴുതേണ്ടത്, എനിക്ക് ഹയർ സെക്കൻഡറി കാലയളവിലെ NSS ഓർ NCC അല്ലെങ്കിൽ സ്കൗട്ട് ഉൾപ്പെടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല, അതിനാൽ പ്രവേശന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ പേരും ഒപ്പം ടൈപ്പ് ചെയ്ത് ആ ഒരു പേപ്പർ നിങ്ങൾ അതിന് നേരെ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നീട് അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം. ഇപ്പോൾ ടെമ്പററി ഇപ്പം കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ജസ്റ്റ് പേപ്പറിൽ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ പറയുന്ന ഡാറ്റകളൊക്കെ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും ഒപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഗാലറിയിൽ പോവുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ജസ്റ്റ് ഗാലറിയിൽ പോവുക, സിഗ്നേച്ചർ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയും വിഷയങ്ങളാണ്. നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളെ +2 സർട്ടിഫിക്കറ്റ്, അതായത് +2 മാർക്ക് ലിസ്റ്റ് മുമ്പിൽ എടുത്ത് വെക്കുക. അതേ രീതിയിൽ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസിംഗ്, നിങ്ങളെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യം കൃത്യമായി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റ് വരുത്തരുത്. മാർക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നിങ്ങൾ ഫസ്റ്റ് തന്നെ പാസ്സായവരാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കുക. ശേഷം നമ്പർ ഓഫ് സബ്ജക്ട്സ്, സ്ട്രീം കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഏതാണോ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ലിസ്റ്റ് അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, വിഷയം തിരഞ്ഞെടുക്കലാണ്, സബ്ജക്റ്റ് തിരഞ്ഞെടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 21 വിഭാഗം കോഴ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്ക് 5 കോഴ്സുകൾ വരെ വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എക്കണോമിക്സ് ആണ്, അത് ഒന്നാമത് എക്കണോമിക്സ് തന്നെ കൊടുക്കണം. ശേഷം നിങ്ങൾക്ക് രണ്ടാമത് ഓപ്ഷനായിട്ട് BA ഇംഗ്ലീഷ്, ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ കൊടുക്കാം. അപ്പോൾ 5 ഓപ്ഷൻ വരെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനലി വെരിഫിക്കേഷനാണ്. അപ്പോൾ ഫൈനൽ വെരിഫിക്കേഷൻ സമയത്ത് എല്ലാ കാര്യം, അത് നിങ്ങൾ പ്രോഗ്രാം ഇപ്പോൾ 5 പ്രോഗ്രാം കൊടുത്തു, അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് കൊടുത്ത 5 ഓപ്ഷൻസും വളരെ കൃത്യമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ഡാറ്റ, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എല്ലാം ഒന്നുകൂടി കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PDF കാണാൻ സാധിക്കും. ആ ഒരു PDF നിങ്ങൾ ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ PDF നിങ്ങൾ നിർബന്ധമായിട്ടും മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഇമെയിലോ നിങ്ങൾ അയച്ച് സേവ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ഫൈനൽ PDF പ്രിൻ്റ് ഔട്ട് പിന്നീട് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾ ഈ PDF കൂടി നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ഹാജരാക്കണം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അതായത് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള, അതായത് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിഷൻ സംബന്ധമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും ഹോം പേജിൽ വന്ന് നിങ്ങൾ ഇമെയിൽ ഐഡിയും അതേപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്താലാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ പരമാവധി മഹാരാജാസ് കോളേജിൻ്റെ കൂടി എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും വിദ്യാർത്ഥികൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഓൾറെഡി, അതായത് അപേക്ഷ സംബന്ധമായിട്ട് വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെല്ലാം കണ്ടതിന് ശേഷം പരമാവധി എല്ലാ യൂണിവേഴ്സിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്തെടുക്കുക. അതിൽ ഏറ്റവും ടോപ്പ് നിങ്ങൾ ആഗ്രഹിച്ച കോളേജ് ഏതാണോ, അഥവാ അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു വർഷങ്ങൾ നഷ്ടപ്പെടുത്താതെ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് മറ്റു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ മറ്റു വിവിധ കോഴ്സുകൾ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.